ആന്ധ്രാപ്രദേശിൽ നടന്നത് ഒരു അട്ടിമറി വിജയമായിരുന്നു. പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്തുള്ള ജഗൻമോഹൻ റെഡ്ഡിയുടെ മഹാവിജയം. ആ വിജയത്തിൽ TDPക്ക് കനത്ത തിരിച്ചടിയും ലഭിച്ചു. ജഗൻമോഹൻ റെഡ്ഡിയുടെ കാൽനട യാത്ര, ആ യാത്ര ജഗൻമോഹനെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വിജയത്തോടൊപ്പം ജഗൻമോഹൻ റെഡ്ഡി ആ യാത്രയിലുടനീളം ആന്ധ്രയിലെ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്, ആന്ധ്രാപ്രദേശിന് ഒരു പ്രത്യേക പദവി ഞങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. ആ പദവി കൊണ്ടുവരാൻ TDPക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിച്ച ജഗൻമോഹൻ റെഡ്ഡിക്ക് തിരിച്ചടിയാകുമോ നിർമ്മല സീതാരാമന്റെ വാക്കുകൾ? നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. ലോക്സഭയിൽ ഈ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ നിർമ്മല സീതാരാമൻ പറഞ്ഞു, ഒരിക്കലും അത് നടക്കുകയില്ല. ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, രാജസ്ഥാൻ, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ കൂടി പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു സംസ്ഥാനത്തിനും അങ്ങനെ ഒരു പദവി നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് നിർമ്മല സീതാരാമൻ വലിയ രീതിയിൽ തന്നെ തുറന്നടച്ചുകൊണ്ട് ലോക്സഭയിൽ പറയുകയുണ്ടായി. ഇത് വലിയ ഒരു തിരിച്ചടിയായിരിക്കും ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹന് ഉണ്ടാക്കിയെടുക്കുക. കാരണം ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്ര സംസ്ഥാനത്തിന് ഒരു പ്രത്യേക പദവി കൊണ്ടുവരാനുള്ള വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങൾ ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കാത്തതിനെ തുടർന്നുകൊണ്ട് തന്നെ അന്ന് 5 MP-മാർ ജഗൻമോഹൻ റെഡ്ഡിയുടെ 5 MP-മാർ രാജിവെച്ചിരുന്നു, ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, പ്രത്യേക സംസ്ഥാന പദവി നൽകാത്തത് കൊണ്ട്. എന്നാൽ ഇപ്പോൾ ആ തീരുമാനം കടന്നു വന്നതോടുകൂടി തന്നെ ജഗൻമോഹന്റെ 22 MP-മാർ രാജിവെക്കുമോ എന്നുള്ള വലിയ ആശങ്കയാണ് നിലവിൽ ആന്ധ്രാപ്രദേശിലുള്ളത്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പരിഗണിക്കാൻ എടുക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നായിരിക്കും സംസ്ഥാനത്തിനുള്ള ആന്ധ്രാപ്രദേശിനുള്ള പ്രത്യേക പദവി എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് വലിയ തിരിച്ചടിയാണ് ആന്ധ്രാപ്രദേശ് നൽകിയിരുന്നത്. എന്തായാലും ആ തിരിച്ചടി ഇപ്പോൾ ആന്ധ്രാപ്രദേശുകാർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധം സമ്മാനിച്ചു കാണും. എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അത്രമേൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഏത് കാര്യമായാൽ പോലും ആദ്യം പരിഗണിക്കാനെടുക്കുന്ന വിഷയങ്ങളിൽ ഒന്നായിരിക്കും ആന്ധ്രാപ്രദേശിനുള്ള പ്രത്യേക സംസ്ഥാന പദവി. അത് തുറന്നു പറഞ്ഞത് രാഹുൽ ഗാന്ധി മാത്രമാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആ വാക്കിന് വില കൽപ്പിക്കാതെ ജഗൻമോഹൻ റെഡ്ഡിക്ക് വലിയ മഹാവിജയം സമ്മാനിച്ചവർക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. എന്തായാലും NDA സർക്കാർ വെച്ചു നീട്ടിയ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അത് ആന്ധ്രാപ്രദേശിൽ നിന്നും ജഗൻമോഹൻ റെഡ്ഡിയും കൂട്ടരും നിരസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.